ദേ ഗൈസ് അങ്ങനെ ഫൈനലി നമുക്ക് വലിയ സൈസ് റെഡ് ടെയിൽ ജയൻറ്റ് ഗുരാമിയുടെ വീഡിയോ കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫിൻസിലുള്ള റെഡ് കളർ വളരെ ക്ലിയർ ആയിട്ട് തന്നെ വിസിബിൾ ആയിട്ട് കാണാം. അതിൻ്റെ പെക്ടോറൽ ഫിൻസിൽ, അതുപോലെ തന്നെ ഡോഴ്സൽ ഫിന്ന്, ഏനൽ ഫിന്ന്, ടെയിൽ ഫിന്നിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റെഡ് കളർ കയറിയിട്ടുണ്ട്. മുമ്പ് നമ്മൾ ഈ ഫാം വിസിറ്റ് ചെയ്ത സമയത്ത് ഇവരുടെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൽഗ വാട്ടർ ആയതുകൊണ്ട് ഇവരെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അവരുടെ സൈസും ശരീരത്തിലെ റെഡ് കളർ കാര്യങ്ങളൊക്കെ കാണാം. പല ആൾക്കാരും മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വലിയ സൈസിനെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട്. മുമ്പ് നമ്മൾ ഫാം വിസിറ്റ് ചെയ്ത സമയത്ത് ഈ സെയിം ടാങ്ക് തന്നെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് 4-5 എണ്ണം ഈ സെയിം സൈസുള്ളത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൽഗ വാട്ടർ ആയതുകൊണ്ട് ജസ്റ്റ് ഒരു ബ്ലാക്ക് ഷെയ്ഡ് മാത്രമാണ് നമുക്ക് കാണാനായിട്ട് അന്ന് പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇത് ബ്രീഡിംഗ് സ്റ്റോക്ക് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ കുഞ്ഞുങ്ങളെയാണ് ഫാമിൽ സെയിൽ ചെയ്യാനായിട്ട് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നത്. ഈ വലിയ സൈസിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മൾ ഈ ഫാമിൽ നിന്നാണ് 4 റെഡ് ടെയിൽ ജയൻറ്റ് ഗുരാമിയുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്ന ആദ്യത്തെ ലൈനിലുള്ള ടബുകളിലാണ് അവരെ ഇട്ടിട്ടുള്ളത്. ആൽഗ വാട്ടറിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ ക്ലിയർ ആയിട്ട് കാണിക്കാനായിട്ട് ഇപ്പോൾ പറ്റില്ല, പിന്നീട് നമ്മൾ ചെയ്യാം. ഈ കാണുന്ന ലൈനിൽ കിടക്കുന്നതെല്ലാം നമ്മുടെ പിങ്ക് ജയൻറ്റ് ഗുരാമികളുടെ കുഞ്ഞുങ്ങളാണ്. കണ്ടില്ലേ? ഇത് നമ്മളെ ഫാമിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജയൻറ്റ് ഗുരാമികളുടെ കുഞ്ഞുങ്ങളെ വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫാമിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലും കമൻറ്റ് സെക്ഷനിലും പിൻ ചെയ്ത് വെക്കാം. പിന്നെ ഫാമിൽ നിന്ന് ഈ റെഡ് ടെയിൽ ജയൻറ്റ് ഗുരാമികളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമുക്കൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കറൻറ്റ് അപ്ഡേറ്റ് ആണ്. അതായത് ഉണ്ടായിരുന്ന റെഡ് ടെയിൽ ജയൻറ്റ് ഗുരാമികളുടെ കുഞ്ഞുങ്ങളെല്ലാം സെയിലായി പോയിട്ടുണ്ട്. അപ്പോൾ പുതിയ കുഞ്ഞുങ്ങൾ ബ്രീഡായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങൾ സെയിലിനായിട്ട് റെഡി ആയിട്ടില്ല. ഒരു 3 months സമയം എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫാമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അവസാനം. അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫാമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഈ ജയൻറ്റ് ഗുരാമി വെറൈറ്റികളെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്, പ്രൈസിനെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്റ്റോക്ക് ലെവലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, കൊറിയർ സർവീസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ ടബുകളിൽ എടുക്കുന്ന ചെറിയ റെഡ് ടെയിൽ ജയൻറ്റ് ഗുരാമിയുടെ അപ്ഡേറ്റ് കുറച്ച് നാൾ മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളതായിരുന്നു. ഇനി നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുന്നില്ല. കുറച്ച് സൈസ് ആയതിനു ശേഷമാണ് നമ്മൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എന്നെപ്പോലെ ഒരു ഹോബീസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ഇതുപോലെ ചെറിയ ടബുകളിലൊക്കെ വളർത്താം. പക്ഷേ ഗ്രോത്ത് കുറച്ച് സ്ലോ ആയിരിക്കും. അതേസമയം നിങ്ങളുടെ ഫോക്കസ് ഇതിനെ വളർത്തി വലുതാക്കി സെയിലാക്കാനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നുള്ള ഗ്രോത്ത് ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ടാങ്കുകളിൽ വളർത്തുന്നതാണ് നല്ലത്. ഈ കാണുന്നത് നമ്മുടെ കുറച്ച് സൈസുള്ള ഒരു ഔട്ട്ഡോർ ടാങ്കാണ്. ഇതിനകത്ത് കുറച്ചധികം മീനുകൾ കിടക്കുന്നുണ്ട്. വലിയ സൈസ് 2 ആൽബിനോകൾ, അതുപോലെ ബ്ലാക്ക് ഒക്കെ വലിയ സൈസ് ഈ ടാങ്കിൽ കിടക്കുന്നുണ്ട്. ഇതിൽ കിടക്കുന്ന വലിയ സൈസുകളുടെ ഒന്നും അപ്ഡേറ്റ് ഞാൻ അധികം വീഡിയോകളിൽ ചെയ്തിട്ടില്ല. കാരണം ഇതിനകത്ത് ആൽഗ വാട്ടർ ആണ്. പിന്നെ വാട്ടർ ചേഞ്ച് നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുന്നത് 30% വാട്ടർ ചേഞ്ച് ഒക്കെയാണ്. അല്ലാതെ ഒരു മേജർ വാട്ടർ ചേഞ്ച് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇവരെ കാണിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഭാവിയിൽ തീർച്ചയായിട്ടും ഞാൻ ഇവരെ കാണിക്കുന്നുണ്ട്. കാരണം കുറച്ച് ജയൻറ്റ് ഗുരാമികളെ നമ്മൾ വേറൊരു ടാങ്കിലേക്ക് മാറ്റിയിടാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയ സൈസുള്ള 2 ആൽബിനോ ജയൻറ്റ് ഗുരാമികൾ. അപ്പോൾ റെഡ് ടെയിൽ ജയൻറ്റ് ഗുരാമികളൊക്കെ നിങ്ങൾ വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിയ ഫാമിൻ്റെ ഡീറ്റെയിൽസ് സേവ് ചെയ്ത് വെക്കുക. ജയൻറ്റ് ഗുരാമികളെ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന മീനുകളാണ്. കാരണം കുറേ പോസിറ്റീവ് പോയിൻറ്റ്സ് ഉള്ള ഒരു മീനാണ്. നല്ല സൈസ് വെക്കുന്ന മീനാണ്. കെയർ ചെയ്യാൻ എളുപ്പമാണ്. പലതരത്തിലുള്ള ഫുഡുകൾ കൊടുക്കാം. അന്തരീക്ഷത്തിൽ നിന്ന് ഡയറക്റ്റ് ശ്വസിക്കാൻ പറ്റുന്ന മീനാണ്. നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള മീനാണ്. അതുപോലെ തന്നെ എല്ലാ സീസണുകളോടും അഡാപ്റ്റ് ആവുന്ന മീനാണ്. റെഡ് ടെയിൽ ജയൻറ്റ് ഗുരാമികളെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.